യേശുക്രിസ്തു ആരാണ്? പ്രിയപ്പെട്ട നമ്മളെല്ലാം കേട്ടിരിക്കുന്ന പോലെ യേശുക്രിസ്തു ഭൂമിയിൽ മരിച്ചിട്ട് 2000 വർഷങ്ങളായിരിക്കുന്നു. നമ്മുടെ മനോരമ കലണ്ടർ അല്ലെങ്കിൽ ഒരു കലണ്ടർ അല്ലെങ്കിൽ പത്രത്തിന്റെ മുകളിൽ ഇന്നത്തെ ഡേറ്റ് നോക്കുമ്പോൾ, ഒരു മൊബൈൽ ഫോണിൽ ഇന്നത്തെ ഡേറ്റ് നോക്കുമ്പോൾ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഇന്നത്തെ ഡേറ്റ് എന്നാണ് 2026 ജനുവരി മാസം, ഇന്ന് 29 അല്ലെങ്കിൽ 29 എഴുതിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? യേശുക്രിസ്തു മരിച്ചിട്ട്, നിന്റെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് മരിച്ചിട്ട് 2026 വർഷവും ഇതാ 1 മാസവുമായതാണ് തെളിവ്. ഓരോ ദിവസവും നിങ്ങൾ തീയതി നോക്കുമ്പോൾ നിന്റെ രക്ഷിതാവായിരിക്കുന്ന കർത്താവിനെ പറ്റിയാണ് നീ സാക്ഷ്യം പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, 2026 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമിൽ പരസ്യമായിട്ട് തൂക്കപ്പെട്ടു. പരസ്യമായിട്ട് അവൻ എന്താണ്? കാൽവരി ഗിരിയിൽ ഇതാ തകർക്കപ്പെടുകയാണ്. അടിയേറ്റ് ശരീരം തകർക്കപ്പെട്ടവനും തുപ്പലേറ്റ് നിന്ദിക്കപ്പെട്ടവനുമായിരിക്കുന്ന ഈ ദൈവപുത്രൻ ആരാണ്? അവൻ എല്ലാവരെയും പോലെ ഒരു മനുഷ്യനല്ല. അവൻ ഈ ഭൂമിയിലെ തത്വജ്ഞാനികൾ ഒരു തത്വജ്ഞാനിയല്ല. ഈ ഭൂമിയിൽ വന്ന മഹത്തുകളായിരിക്കുന്ന മനുഷ്യരിൽ ഒരു മഹത്വമുള്ള മനുഷ്യനുമല്ല. പിന്നെയോ അവൻ സാക്ഷാൽ ദൈവപുത്രനാകുന്നു. അവൻ ദൈവത്തിന്റെ വചനമാകുന്നു. ഇവനാൽ അത്രേ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ഇവനാൽ അത്രേ ഭൂമി എന്താണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. അവന്റെ വചനത്താൽ അത്രേ ഭൂമി താങ്ങി നിർത്തപ്പെടുന്നത്. ഇതിനെ സൃഷ്ടിച്ച നാൾ മുതൽ ഇന്ന് വരെയും ഇത് കൃത്യമായിട്ട് പരിപാലിക്കപ്പെടുന്നത് ഈ ദൈവത്തിന്റെ ശക്തിയേറിയ വചനങ്ങളാലാണ്. ഇവൻ അത്രേ ക്രൂശിൽ തൂക്കിക്കിടക്കുന്നത്. അയ്യോ, ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു ഒരു മനുഷ്യനായിട്ട് തന്നെത്താൻ താഴ്ത്തപ്പെട്ടവനായിട്ട് ഇതാ ക്രൂശിൽ തൂക്കിക്കിടക്കുന്നെങ്കിൽ പ്രിയപ്പെട്ട ഗോഡ് ഈസ് ലവ്, ദൈവത്തിന്റെ സ്നേഹം. ആ ദൈവപുത്രൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ച സംഭവം ഈ സുവിശേഷ നിമിത്തം അത്രേ നിങ്ങളോട് പ്രസംഗിക്കുന്നത്.